ഇസ്ലാമാബാദിലെ ജില്ലാ കോടതി വളപ്പിലുണ്ടായ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജില്ലാ കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാറാണ് പൊട്ടിത്തെറിച്ചത്. ദില്ലിയിലെ സ്ഫോടനത്തിന് സമാനമായ നിലയിലാണ് ഇപ്പോൾ ഇസ്ലാമാബാദിലും സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ഉച്ചയോടെയാണ് സംഭവം. കാറിന്റെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള അപകടമെന്നാണ് ആദ്യം വാർത്തകൾ പുറത്തുവന്നത്. എന്നാൽ പിന്നീട് പോലീസ് തന്നെ ഇതൊരു ചാവേർ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കോടതിയിലെത്തിയ സാധാരണക്കാരായ ജനങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും അഭിഭാഷകരും കോടതിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുമാണ്. സ്ഫോടനത്തിൽ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ചാവേർ സ്ഫോടനത്തെ ശക്തമായി അപലപിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. തെക്കൻ വസീറാസ്ഥാനിലെ വാനയിലെ കാഡറ്റ് കോളേജിൽ തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം പാകിസ്ഥാൻ സുരക്ഷാസേന പരാജയപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സ്ഫോടനം നടന്നതെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷനിൽ 2 TTP തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു.